അപ്പം നമുക്ക് പൊടി വിരകാൻ ഫസ്റ്റ് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കി ഒഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ചില ശർക്കരയിൽ ഭയങ്കരമായിട്ട് പൂഴി കടിക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുക്കി ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ ശർക്കര ഇവിടെ ഇരുന്നിട്ട് ഉരുകട്ടെ. അപ്പോഴേക്കും നമുക്ക് പൊടി ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. കാരണം അത് പൊടിയായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കട്ടയും ഒക്കെ ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക്. ഇത് കണ്ടോ, കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കത് നല്ലോണം കട്ടയൊക്കെ ഉടച്ചെടുക്കാം. നല്ല പോലെ കട്ടയൊക്കെ ഉടഞ്ഞ് കണ്ടോ, നല്ല പോലെ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ഒരുവിധം ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉരുകാണ്ടതാ കണ്ടോ, ഇത് മൊത്തമായിട്ട് ഉരുകി നമുക്ക് കിട്ടണം. അപ്പോൾ ഇതവിടെ കടന്നിട്ട് ഉരുകട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങാക്കൊത്ത് റെഡിയാക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നീളത്തിൽ പൂണ്ടെടുക്കുക വേണ്ട. പക്ഷേ എനിക്ക് കൈ കൊണ്ട് അത്രയ്ക്കും ഇങ്ങോട്ട് വയ്യാത്ത കാരണം ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടാണ്. ഇനി ഇത് ചെറുതാക്കി എത്രണ്ട് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രണ്ട് ചെറുതാക്കി നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നെയ്യിൽ വറുത്തിട്ടും അതിലിടാം. പക്ഷേ എനിക്ക് നെയ്യിൽ വറക്കണത് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ വറക്കാണ്ട് അങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത്. ഇതങ്ങനെ വറുത്തിട്ടും ചിലവർ ഇടുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമില്ല. ഇതാവുമ്പോൾ കുറച്ചിങ്ങനെ തേങ്ങയുടെ പാല് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും കടിക്കുമ്പോൾ. പായസം കഴിക്കുമ്പോൾ ഈ തേങ്ങയുടെ പാല് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. വറക്കുമ്പോൾ പിന്നെ ആ പാലുണ്ടാവില്ലല്ലോ. അപ്പോൾ കലക്കി വെച്ച ഈ പൊടിയിൽ നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കാണ്ട് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വല്ല കല്ലോ പൂഴിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിയാവില്ല. അപ്പോൾ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ശർക്കരയിലുള്ള കല്ലും പൂഴിയൊക്കെ കണ്ടോ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉരുക്കി ഒഴിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ആ പായസത്തിൽ കടിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇത്ര വെള്ളം പോരാ, വെള്ളം നന്നായിട്ട് വേണം. കൂവപ്പൊടി നല്ലോണം വേവണം. കൂവപ്പൊടി വേവാണ്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന വരും. അപ്പം നല്ലോണം കൂവപ്പൊടി വേവണം. അയ്യോ, ഇന്ന് കൂവപ്പൊടി എന്ന് പറയാൻ പാടില്ല. ഇന്ന് ഈ പൊടിയുടെ പേര് പറയാൻ പാടില്ല. ഇത്ര നേരം ഞാൻ പറയാണ്ട് പിടിച്ചു നിന്നു, അറിയാണ്ട് എൻ്റെ നാവിന്ന് വന്നു. അപ്പം ഇനി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. ഞാൻ കൂവപ്പൊടിക്ക് നല്ല വേവുണ്ട്. അപ്പം നല്ല വെള്ളം നമ്മൾ അതിനനുസരിച്ചിട്ട് ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ അത് കട്ടയാവും. അപ്പോൾ നല്ലോണം ഇത് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് വെന്തിട്ടില്ല. നല്ല വേവുണ്ട്. പൂവയ്ക്ക് നല്ല വേവുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 4 മണി 4:30 സമയത്ത് അടുത്ത വീട്ടിലുള്ള ആൾക്കാരും ഞാനും അമ്മയും അനിയനും ഒക്കെ എല്ലാവരും കൂടി ഞങ്ങൾ പുലർച്ചെ 4 മണി 4:30 സമയത്ത് ഞങ്ങൾ അമ്പലക്കുളത്തിലേക്കൊക്കെ കുളിക്കാൻ പോയിരുന്നു. ഇന്നൊന്നും ഇപ്പോൾ ഇന്നൊക്കെ എല്ലാവരും കുളിമുറിയിലല്ലേ കുളിക്കുന്നത്. ഇന്നൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ ഈ കിഴങ്ങ് ഉരച്ചിട്ടാണ് ഞാൻ കുറി തൊട്ടുന്നത്. അതൊക്കെ ഈ തിരുവാതിരയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല.
അപ്പോൾ ഞാൻ എന്തായാലും ഏകദേശം ഒരുവിധം എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ഓരോന്ന് കാണുമ്പോഴല്ലേ നമ്മുടെ മക്കൾക്ക് അത് പഠിയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് അത് പഠിയണമെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടി ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുറത്തൊന്നും പോയി കുളിച്ചിട്ടില്ല. കുളിക്കൽ ഇവിടെ കുളിമുറിയിലാണ് കുളിച്ചതെന്ന് മാത്രം. അതൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ആ പൊടിയുടെ കളറൊന്ന് മാറി വരുന്ന വരെ കണ്ടോ, പൊടിയുടെ കളറ് മാറിയിട്ടുണ്ട്. മറ്റേതല്ലിങ്ങനെ വെള്ള പൊടിയായിട്ടല്ലേ കിടക്കുക. അപ്പോൾ ഇത് നല്ലോണം പൊടി കളറ് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് പറയാൻ പാടില്ല. ഇതിൻ്റെ പൊടി വിരകുകയാണ്, അങ്ങനെയാണെന്ന് പറയുക. പൊടി വിരകുക എന്നുള്ളത്. ഈ പൊടി നമുക്ക് എന്തെന്നാണോ കിട്ടണത് അതിൻ്റെ പേര് നമ്മൾ ഇന്ന് പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക. പക്ഷെ അറിയാണ്ട് തന്നെ നാവുമെന്ന് എങ്ങനെയെങ്കിലും അത് വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്ര പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം.